സ്വന്തം നാട്ടിലെ ഒരു കലുങ്ക് നിർമ്മാണം നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞ കഥയാണ് പത്തനംതിട്ടയിൽ നിന്ന് ഇന്നുള്ളത്. കലുങ്ക് നിർമ്മാണത്തിന് ആവശ്യത്തിന് കമ്പി കരാറുകാരൻ ഉപയോഗിക്കുന്നില്ല എന്നാരോപിച്ചാണ് നാട്ടുകാർ നിർമ്മാണം തടഞ്ഞത്. പഴയ കലുങ്കാകട്ടെ പൊളിക്കുകയും ചെയ്തു. പുതിയതിന്റെ നിർമ്മാണം പൂർത്തിയായതുമില്ല. അതാണിപ്പോൾ പത്തനംതിട്ടയിലെ അവസ്ഥ. പഴയ കലുങ്കിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. പത്തനംതിട്ട ഏഴംകുളം പുതുമലയിലാണ് ഈ വിവാദമായ കലുങ്കുള്ളത്. ട്രാക്ടർ ഇങ്ങോട്ട് വന്നിട്ട് അത് സന്ധ്യയ്ക്ക് കുത്തിപ്പൊളിച്ച് ഇവിടുന്ന് ഉള്ള ഒരു 3 ലോഡ് പാറ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോയി. അതുകൂടാതെ കുറേ കമ്പി ഉണ്ടായിരുന്നു, ഇതെല്ലാം കൊണ്ടുപോയി. അത് കഴിഞ്ഞ് വന്ന് കമ്പി ഇല്ലാതെ ഇത് വാർക്കാൻ വന്നു. അപ്പോൾ നാട്ടുകാരെ ഞങ്ങളിത് സമ്മതിച്ചില്ല, കമ്പിയില്ല. കാര്യം ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു, ടോറസൊക്കെ ഇഷ്ടംപോലെ കയറി ഇറങ്ങിപ്പോകുന്ന ഒരു വഴിയായിരുന്നു. എന്തിനാ ഇത് പൊളിച്ചെന്നുള്ള കാര്യം ഇപ്പോഴും ഞങ്ങൾക്ക് ആർക്കും വ്യക്തമല്ല. ഇത് ഇവിടെ ഒരു 10-120 കുടുംബമുണ്ട് അങ്ങോട്ട്. ഇപ്പോൾ എല്ലാവരും ബുദ്ധിമുട്ടില്ല. ഒരു മാസം കൊണ്ട് പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്ന പിള്ളേർക്കൊക്കെ ആയാലും ഞങ്ങളൊക്കെ വണ്ടി ഇവിടെ ഇട്ടിട്ടാണ് ഈ പോരുകയും ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കി ചെയ്തത് ഈ കോൺട്രാക്ടർ, അതുകൊണ്ട് ബാക്കി അത്രയും ചെയ്തിട്ട് അത് മണ്ണ് നിരത്തോ കാര്യം ഒന്നും ചെയ്യാതാണ് ഇപ്പോൾ അടുത്ത പണിക്ക് വന്നേക്കുന്നത്. പ്രവീൺ പുരുഷോത്തമൻ തത്സമയം നമുക്കൊപ്പം എത്തുന്നു. പ്രവീൺ, നമ്മുടെ നാട്ടിൽ എന്താണ് ഈ സംഭവിക്കുന്നത്? പ്രവീൺ, പൊളിക്കുകയും ചെയ്തു, പുതിയ തൊട്ട് പണി തീർത്തതുമില്ല. നാട്ടുകാർ പറയുന്നത് പോലെയാണെങ്കിൽ ഇനി എന്താണ് അവിടെ സംഭവിക്കുക? അധികൃതർ എന്ത് പറയുന്നു? സുജയ, നമ്മുടെ സംസ്ഥാനത്ത് ഈ പാലങ്ങൾ, റോഡുകൾ ഒക്കെ നിർമ്മിക്കുമ്പോൾ നാട്ടുകാരൊക്കെ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. ഇപ്പോൾ റോഡ് ടാർ ചെയ്യുമ്പോഴാണെങ്കിൽ ആവശ്യത്തിന് ടാർ ഇടുന്നില്ല, അല്ലെങ്കിൽ പാലം നിർമ്മിക്കുമ്പോൾ അതിന് പല സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ സാധാരണക്കാർ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ്. അത്തരത്തിലുള്ള ഒരു സംഭവമാണ് പത്തനംതിട്ട ഏഴംകുളം ഗ്രാമപഞ്ചായത്തിലെ പുതുമലയിൽ സംഭവിച്ചിരിക്കുന്നത്. പുതുമലയിൽ ഇവിടെ നാട്ടുകാരൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു റോഡിൻ്റെ ഒരു ഭാഗമാണിത്. ഇവിടെ ഒരു കലുങ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പം തർക്കമുണ്ടായിരിക്കുന്നത്. ഇപ്പം നമുക്ക് ദൃശ്യത്തിൽ ഞാൻ വേറൊരു ദൃശ്യം കൂടി കാണിക്കാം. ഇപ്പോൾ നാട്ടുകാർ പ്രതിഷേധ സൂചകമായിട്ട് അവിടെ ഒരു റീത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു നിർമ്മാണ രീതി ശരിയല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു കലുങ്കിന്, പാലത്തിന് ആദരാഞ്ജലികൾ എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലൊരു റീത്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്ക് ചില പരാതികളുണ്ട്. ആ പരാതി എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കലുങ്കായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു? ആവശ്യമില്ലാതെ പൊളിച്ചൊരു കലുങ്കാൽ, യാതൊരു കാരണവശാലും ഇല്ലാതെ, ഒരു കുഴപ്പമില്ലാതെ പൊളിച്ചതാണ്. 600 അടി പാറ, 600 അടി മെറ്റൽ ഈ ഇതിൻ്റെ പുറത്തോടെ കയറിക്കൊണ്ട് പോയിരുന്നത്. ആര് പറഞ്ഞിട്ട് പൊളിച്ചു നമുക്കറിയത്തില്ല. പഞ്ചായത്ത് വന്ന് പൊളിച്ചു, ഒരു കോൺട്രാക്ടർക്ക് കൊടുത്തു. 4 ഇത് കഴിഞ്ഞു, അയാൾ കമ്പി ഇടത്തില്ല. അയാൾ പറഞ്ഞ അയാൾ കമ്പി ഇടത്തില്ല. പിന്നെ നാട്ടുകാർ പഠിച്ചു ഒരു കമ്പി ഇട്ടു. ആ കമ്പിയാണ് ഇത്. ആണ്ടെ ആണ്, ഒരു വാരത്തിൻ്റെ കമ്പിയാണിത്. എന്താണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട പരാതി? ഞങ്ങളുടെ പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് ഏഴംകുളം പഞ്ചായത്തിൽ പുതുമല 1-ാം വാർഡാണിത്. ഇത് പനയ്ക്കമുരുപ്പ് കോളനിയിലേക്ക് പോകുന്ന 150ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു വഴിയാണിത്. ഇതിൽ ഒരു മാസക്കാലമായി ഇവിടുത്തെ സാധാരണക്കാരെ, കോളനി നിവാസികളെ ബുദ്ധിമുട്ടിലാഴ്ത്തിക്കൊണ്ട് ഒരു മാസക്കാലമായി ഇവിടെ യാതൊരു ബലക്ഷയവും ഇല്ലാതിരുന്ന ഒരു പാലം ഒരു സുപ്രഭാതത്തിൽ വന്ന് പൊളിക്കുകയാണുണ്ടായത്. ഈ പാലം അടുത്ത ദിവസം ഇവിടെ ഉണ്ടായിരുന്ന ഈ കെട്ടിൽ ഒരു ബലക്ഷയവും ഇല്ലാതിരുന്ന ഈ പാറക്കല്ല് 3 ലോഡ് പാറയാണ് ഇവിടുന്ന് കൊണ്ടുപോയത്. ഇതിന്റെ നിർമ്മാണത്തിൽ ഇപ്പോൾ ഈ കമ്പികൾ ആവശ്യത്തിന് ഉപയോഗിക്കുന്നില്ല എന്നാണ് പരാതി. മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതിയും, ഇതിനകത്ത് കമ്പിയില്ല പാലം. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ കേൾക്കുന്നത് കമ്പിയില്ല പാലം. ഇത് ഒരു സുപ്രഭാതത്തിൽ വന്ന് കോൺക്രീറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികൾ തടയുകയും ആ തടഞ്ഞതിൻ്റെ ഫലമായിട്ട് ഇവിടെ AEയെ ഇവിടുത്തെ വാർഡ് മെമ്പർ വിളിക്കുകയും ഈ വാർഡ് മെമ്പർ AEയും ഇവിടെ വന്ന് ഇവിടുത്തെ പൊതുജനങ്ങളുടെ അഭിപ്രായം ആരായുകയും അത് മാനിച്ചുകൊണ്ട്, അവരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് കമ്പിയിട്ട് 10 mm കമ്പിയിട്ട് വാർക്കാമെന്ന് പറയുകയുണ്ടായി. സുജയ്, ഇപ്പോൾ നമുക്ക് വേറൊരു ദൃശ്യം കൂടെ കാണാം. ഇതുവഴി ധാരാളം സ്കൂൾ കുട്ടികളൊക്കെ പോകുന്നതാണ്. ഈ ഒരു 1.5 മാസമായി ഈ ഒരു കലുങ്കിൻ്റെ നിർമ്മാണം ഇങ്ങനെയാണ്. ഇവിടെ താൽക്കാലികമായിട്ട് ഒരു മരപ്പലയൊക്കെ വെച്ച് ഇങ്ങനെ ഒരു താൽക്കാലിക പാലമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുവഴിയാണ് ആളുകൾ, കുട്ടികൾ എല്ലാവരും തന്നെ ആ ഒരു ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയം സംബന്ധിച്ചാണ് ഇപ്പോൾ ഒരു കാര്യം അറിയണം. ആ കരാറുകാരൻ കൊണ്ടുവന്ന കമ്പി കൊള്ളില്ല എന്ന് നാട്ടുകാർ പറഞ്ഞു. ആ കമ്പി മാറ്റുമോ അതോ പഴയ കമ്പിയിട്ട് തന്നെ വാർക്കുമോ? എന്താണ് ഇനി അവിടെ സംഭവിക്കാൻ പോകുന്നത്?
അതാണ് സുജയ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. നമ്മൾ ഈ ഒരു വിഷയം ഈ ഗ്രാമപഞ്ചായത്തിലെ ഈ വാർഡിൻ്റെ മെമ്പറുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് വില്ലേജ് റോഡ് ബിൽഡിംഗ് ചട്ടപ്രകാരം ഇപ്പോൾ ഇതുപോലുള്ള വില്ലേജുകളിൽ ചെറിയ ചെറിയ വർക്കുകൾക്ക് കമ്പി ഉപയോഗിക്കേണ്ട എന്നൊരു വിചിത്രമായിട്ടുള്ള വാദമാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ആധികാരികത നാം ഇനിയും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ചെറിയ വർക്കുകൾക്ക് കമ്പി ഉപയോഗിക്കേണ്ട എന്നുള്ളതാണ് വാർഡംഗം പറയുന്നത്. അത് മാത്രവുമല്ല, നാട്ടുകാർ ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഇതിൻ്റെ എസ്റ്റിമേറ്റ് പുതുക്കിയിട്ടുണ്ട്. അതായത് നാട്ടുകാരുടെ അഭിപ്രായം കൂടി മാനിച്ചുകൊണ്ട് ഇനി കമ്പി ഇട്ട് തന്നെ ഈ കലുങ്കിൻ്റെ നിർമ്മാണം നടത്താം എന്ന് പഞ്ചായത്ത് സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എസ്റ്റിമേറ്റ് തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ കമ്പിയൊക്കെ കരാറുകാരൻ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നിർമ്മാണം ഏതായാലും ഈ കമ്പി ഉപയോഗിച്ചായിരിക്കും നടത്തുക എന്നാണ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ തന്നെ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. നാട്ടുകാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ അല്ലല്ലോ ഈ ഒരു കലുങ്ക് ഇവിടെ നിർമ്മിക്കുന്നത്. ഇത് പതിറ്റാണ്ടുകളോളം അല്ലെങ്കിൽ ഏറെ ദീർഘകാലം ഇത് നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അത് കാര്യക്ഷമമായി തന്നെ ഇത് നിർമ്മിക്കേണ്ട ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിർമ്മിക്കണം എന്നുള്ള ഒരു അഭിപ്രായം കൂടിയാണ് ജനങ്ങൾക്കുള്ളത്. അങ്ങനെയാണോ നിങ്ങളുടെ അഭിപ്രായം? അങ്ങനെ തന്നെയാണ് ചേട്ടാ. ഇത് ഞങ്ങളുടെ വരും തലമുറകൾക്ക് വേണ്ടിയുള്ള ഒരു പാലത്തിൻ്റെ പണിയാണ്. കാരണം ഞങ്ങൾക്ക് ഇവിടെ ഇതുവഴി തന്നെ ഒരു 35-40 കുട്ടികൾ വൈകിട്ടും രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഇവിടെ ഒരു ട്യൂഷൻ സെൻ്റർ ഉണ്ട് സാറേ. അവർ രാത്രി 8 മണിക്ക് പന്നിശല്യം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ പന്നിശല്യം കാരണം ഈ അമ്മമാരെല്ലാം ഇവിടെ വന്ന്, ഇവിടെ ഒരു ചെറിയ ജംഗ്ഷനുണ്ട്, ഇവിടെ വന്ന് ഈ കുട്ടികളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അതിനിടയ്ക്കാണ് നമുക്ക് ഈ പാലം ഇങ്ങനെ പൊളിച്ചിട്ടേക്കുന്നത്. ഈ പനിക്കുമരിപ്പെന്ന് പറയുന്ന ഒരു 150ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു കോളനിയാണ് സാറേ. അവിടുത്തെ ആൾക്കാരെ പറഞ്ഞ് കളിപ്പിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഈ ഒരു പാലത്തിൻ്റെ രീതി ഇങ്ങനെ വന്നേക്കുന്നത്. ഒരു ദിവസം ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പാലം പൊളിച്ചിട്ട് നമുക്ക് വളരെ സന്തോഷമായി. ഈ പാലം പണിയുമല്ലയോ, നമുക്ക് നല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് പിറ്റേ ദിവസം രാവിലെ ഇതിൻ്റെ ഒരു സൈഡിൽ വാർക്കുന്ന 2 സാധനം വെച്ചിട്ട് ഇതിന് വാർക്കാനുള്ളൊരു സംവിധാനം ചെയ്തു. അപ്പം ഞാൻ ഈ കോൺട്രാക്ടറോട് ഞാൻ ന്യായമായിട്ടും ചോദിച്ചു, സാറേ ഇത് നമുക്ക് ഇതിന് കമ്പി ഉണ്ടായോ? കമ്പി ഇതുവഴി 50 മുതൽ 60 ടൺ ഭാരം കയറുന്ന വണ്ടി സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാലമാണ്. അപ്പോഴാണ് ഞാൻ ചോദിച്ചു. അപ്പോൾ അന്നേരം പറഞ്ഞു, ബിജുവിന് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല, ഇത് കമ്പിയില്ലാ പാലമാണ്. ഇപ്പം കേരളത്തിൽ മൊത്തവും ഇങ്ങനത്തെ പാലമാണ് പണിയുന്നത്. ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഞാനൊരു 40-45 വർഷം കൊണ്ട് ഇവിടെ ജീവിക്കുന്ന, ഇവിടെ കാണുന്ന എല്ലാം നല്ല കമ്പിയിട്ടുള്ള പാലങ്ങളാണ് ഞങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് കമ്പിയിട്ട പാലം കണ്ടില്ലെങ്കിൽ നമ്മുടെ പുതുമല ഏഴംകുളം കൈപ്പറ്റൂർ റോഡ് നിങ്ങൾ നോക്ക്, അവിടെ നല്ല ഒന്നാന്തരമായിട്ട് പാലം പണിയുന്നത്. അത് കണ്ടിട്ട് വന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഈ സാധനം ഒന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പഞ്ചായത്തിൻ്റെ ആൾക്കാരും വന്ന് എല്ലാവരും വന്ന് നമുക്ക് കമ്പിയിട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പിരിഞ്ഞത്. പിറ്റേ ദിവസം വന്ന് സാറേ മുക്കാച്ചാണുള്ള ഒരു കമ്പിയായിട്ട് വന്നിട്ട് ഇവിടെ വന്ന് പാലത്തിൻ്റെ അടിയിൽ നിന്ന് ഇവിടെ വിരലിൻ്റെ നീളത്തിൽ കൊണ്ടിട്ടു. ഞങ്ങളത് കണ്ട് ഞങ്ങളത് തടഞ്ഞു സാറേ. അത് കഴിഞ്ഞിട്ട് വീണ്ടും അന്നേരം പറഞ്ഞ് നെഞ്ചത്തടിച്ചുകൊണ്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇതിന് എസ്റ്റിമേറ്റ് ഇല്ല, ഏതാണ്ട് 2 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് കമ്പിയിട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ എന്നെ വിവരം അറിയിച്ചു, ഇതുകൊണ്ട് ബിജു എസ്റ്റിമേറ്റ് റിവേഴ്സ് ചെയ്ത് 4,38,000 ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് പറഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം വന്നത് വീണ്ടും കമ്പിയില്ലാതെ കൊണ്ടാണ് ചെയ്യാൻ വന്നത്. അപ്പം ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും രോഷം വന്നു സാറേ. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ വരും തലമുറയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ രോഷം. ഇതിനകത്ത് രാഷ്ട്രീയമോ പാർട്ടിയോ ജാതിയോ ഒന്നുമില്ല സാറേ. വരും തലമുറ നന്നാവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളുടെ ഈ ഒരു പ്രയത്നം. ഏതായാലും സുജയ, ഗ്രാമവാസികളുടെ ആവശ്യം ഇതാണ്. അവർ ഈ ഒരു ആവശ്യത്തിൽ വിജയിച്ചു എന്ന് വേണം പറയാൻ. കാരണം കമ്പിയില്ല പാലം എന്ന രീതിയിൽ ഇവിടെ ഒരു പാലം നിർമ്മിക്കപ്പെട്ടു. അത് ആദ്യം 2 ലക്ഷം അത്രയും രൂപയായിരുന്നു എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നത്. പിന്നീട് നാട്ടുകാരുടെ നിരന്തരമായിട്ടുള്ള സമരം, അവരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ എസ്റ്റിമേറ്റ് തുക വർദ്ധിപ്പിച്ചിരിക്കുന്നു. 4 ലക്ഷത്തോളം രൂപ ആക്കിയിട്ടുണ്ടെന്ന് ആണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ കമ്പി ഇട്ടായിരിക്കും ഏതായാലും ഈ ഒരു കലുങ്കിൻ്റെ നിർമ്മാണം ഇവിടെ നടക്കുക. നമുക്ക് ഒരാളുടെ കൂടി ഒരു അഭിപ്രായം ചോദിക്കാം. ഇതിപ്പോൾ നാട്ടുകാർ ഇപ്പോൾ ഒരു പരാതി പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കമ്പി ഇട്ട് തന്നെ ആയിരിക്കുമെന്നാണ് നിർമ്മിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആദ്യം ഇത് സർക്കാർ തലത്തിൽ കമ്പി ഇടാതെ കൊണ്ട് ചെറിയ കലുങ്ക് നിർമ്മിക്കുക എന്നുള്ള ഒരു തീരുമാനമായിരുന്നു വന്നത്. അങ്ങനെ സർക്കാരിൻ്റെ തീരുമാനമുണ്ടോ? അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾക്കറിയത്തില്ല, ഈ നാട്ടുകാർക്കാർക്കും അറിയത്തില്ല. ഞാൻ ഉൾപ്പെടെ അന്ന് പറഞ്ഞ് കമ്പി ഇട്ട് വേണം ഈ പാലം ബലമാക്കി ഇത് യാത്രാ സൗകര്യമായ ഒരു കലുങ്കാണ് നിർമ്മിക്കേണ്ടതെന്ന്. അങ്ങനെ രണ്ടാമത്തെ എഞ്ചിനീയറും വാർഡ് മെമ്പറും എല്ലാം സ്ഥലത്തെത്തി കമ്പിയും മറ്റ് സാമഗ്രികളുമായിട്ട് വന്ന് ഇവിടെ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് നാട്ടുകാർക്ക് സന്തോഷം തന്നെയാണ്. ഈ പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ കലുങ്ക് പൊളിച്ചതും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. 6 വയസ്സുള്ള കുട്ടികൾ ഉൾപ്പെടെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ കഴുത്തും വെള്ളത്തിൽ കൂടിയാണ് നടന്നു പോകുന്നത്. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് പഞ്ചായത്ത് മെമ്പറും ഈ പ്രദേശവാസികളും ചേർന്നുകൊണ്ട് ഈ ഓടയും ഈ കലുങ്കുമൊക്കെ നിർമ്മിക്കാൻ ഉള്ള തീരുമാനങ്ങളെടുത്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ സ്വാഗതാർഹമാണ് കമ്പി വന്ന് ഈ കലുങ്ക് നിർമ്മാണം പൂർത്തീകരിക്കുന്നത് കൊണ്ട് ഈ നാട്ടുകാർക്കും
ഞങ്ങൾക്കും എല്ലാവർക്കും സ്വാഗതാർഹം തന്നെ. സുജിയ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള കലുങ്ക് നിർമ്മാണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നാം ഏറ്റവും പ്രവീൺ, ഒരു ശ്രദ്ധിക്കേണ്ടത് കാര്യം ഇങ്ങനെ നമുക്ക് അവരെ കലുങ്ക് ഓർമ്മിപ്പിക്കാം. അതായത് അവിടെ പാലം പണിയുമ്പോൾ ഏഴംകുളം പുതുമല, പത്തനംതിട്ട ജില്ലയിലെ ഏഴംകുളം പുതുമലയിലാണ് പ്രവീൺ ഇപ്പോൾ നിൽക്കുന്ന ഈ പാലം ഉള്ളത്. ആ പാലം പണിക്കിടെ കമ്പി കുറവാണെന്ന് നാട്ടുകാർ കണ്ടെത്തി കൃത്യമായ അളവിൽ തൂക്കത്തിൽ കമ്പി ഉപയോഗിച്ചത് പണിതാൽ മതി എന്ന് പറയുകയാണ്. ഇപ്പോൾ അതനുസരിച്ചുള്ള ഒരു നിർമ്മാണത്തിലേക്ക് അത് എത്തുന്നത് വരെ ആ വാർത്തയ്ക്ക് പിന്നാലെ ഞങ്ങൾ ഉണ്ടാകും. റിപ്പോർട്ടർ ആസ് ആൻ ആക്ടിവിസ്റ്റ്, അതാണ് നമ്മളുടെ ലോക്കൽ ഫോക്കസ് പ്രേക്ഷകർക്ക് നൽകുന്ന ഉറപ്പ്. പ്രവീൺ പുരുഷോത്തമനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.